എവിടെ നോക്കിയാലും ഫ്ലക്സ് വെക്കുന്നതൊക്കെ എടോ അതൊക്കെ ഈ എന്താ പറയാ സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വേണം. പക്ഷെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഫ്ലക്സിലും എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങളാണ്. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയും സഹിച്ചു പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ചറപ്പേ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പന്തിയിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് മത്സരിച്ച ഓരോ പള്ളികളുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ കാണാനൊരു സന്തോഷമുണ്ട്. ഒരു ഫ്ലക്സേ ഉള്ളൂ, പക്ഷെ 5 കൊടിയും ഉണ്ട്, 5 രാജ്യത്തിന്റെ കളിക്കാരും ഉണ്ട്, ഒത്തൊരുമയുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഞാനിങ്ങനെ ഇസ്മായിൽ കാസിമിയുടെ വീട്ടിലോട്ട് പോണ വഴി നോക്കുമ്പോ ഒരു ഫ്ലക്സും 5 കൊടിയും കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് 5 രാജ്യക്കാരാ. കൊള്ളാം, ഒരു ചെലവ് ചുരുക്കലായിരിക്കാം. 5 രാജ്യത്തിന്റെ കളിക്കാരുടെ എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഒരു ഫ്ലക്സ്. അൽഹംദുലില്ലാഹ്, എന്തും ആകട്ടെ, അതിലൊന്നും കാര്യമില്ലടാ ചെറുപ്പക്കാരാ. ഇതൊക്കെ ഈ ഓളവും ബഹളവും ഒക്കെ ഇപ്പൊ കഴിയും, ഇതൊക്കെ അങ്ങ് കഴിയും. പക്ഷെ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അള്ളാഹു നമുക്ക് ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പരിചയപ്പെടുത്തിയ മനുഷ്യനാരാണെന്ന് പഠിക്കടാ. നാട് മുഴുവനും, കവലകളെ മുഴുവനും, പള്ളികളുടെ മുറ്റങ്ങൾ വരെ പടച്ചവനെ ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന കാലമാണല്ലോ. എന്തെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എവിടെയോ കിടക്കുന്നവൻ, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചവനെ എന്തൊക്കെയാണ് യുവതലമുറ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പിഞ്ചുമക്കളുടെ വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. ഖുർആന്റെ വിശുദ്ധമായ ഖുർആനില് ഞാനും നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് അവിടുന്ന് സ്വാഗതം പറയുകയാണ്. അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു പുകഴ്ത്തുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗ്ഗത്തിൽ പോകണമെന്നാണ്. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടെ പോകാൻ ദുആ ചെയ്യുന്നവരാ. എന്നാൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഈ സദസ്സിലിരിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവര് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ, അല്ലാഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യനാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ലേ? പടച്ചവനോട് എപ്പോ ദുആ ചെയ്താലും, എന്തു ചോദിക്കാൻ മറന്നുപോയാലും, അല്ലാഹുവേ സ്വർഗ്ഗം തരണേ അല്ലാ. നിസ്കരിച്ചിട്ടാണെങ്കിലും, നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും, സദഖ കൊടുത്തിട്ടാണെങ്കിലും, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും, എന്തിനാ വഅദ് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിനു പകരവും ചോദിക്കുന്നത് സ്വർഗ്ഗമല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അതിന് പകരം സ്വർഗ്ഗമല്ലേ ചോദിക്കുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ് ഉസ്താദേ? ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ശഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനാ. ഖബറിനകത്ത് കിടക്കുമ്പോഴും രാവിലെയും വൈകിട്ടും കാലിന്റെ ഭാഗത്ത് സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു തരുന്നത് കണ്ടുകൊണ്ട് കിടക്കണം ഉസ്താദേ. ജീവിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോകാനല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ സദസ്സിലിരിക്കുന്ന ഒരാള് സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്.
അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാ. അവരാരാണെന്നറിയുവോ? അവരാരാണെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അദാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അവര് സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ മനുഷ്യനാരാണെന്ന് പഠിക്കടാ. നാട് മുഴുവനും കവലകൾ മുഴുവനും പള്ളികളുടെ മുറ്റങ്ങൾ വരെ പടച്ചവനെ ഫുട്ബോൾ താരങ്ങളുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന കാലമാണല്ലോ. എന്തെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എവിടെയോ കിടക്കുന്നവന്, ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പടച്ചവനെ എന്തൊക്കെയാണ് യുവതലമുറ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പിഞ്ചുമക്കളുടെ വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്യുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് പഠിക്ക് പെങ്ങള്. അല്ലാഹുവിന്റെ സ്വർഗം പടച്ചവര് എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, ആരുമില്ല. എല്ലാവർക്കും 33 വയസ്സാണ്. പടച്ചവനെ കറുത്തവരില്ല, ഗ്ലാമർ കൂടിയവരില്ല, ഗ്ലാമർ കുറഞ്ഞവരില്ല, ഇരുനിറമുള്ളവരില്ല. പടച്ചവനെ എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാണ്. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ സുലൈഖയുടെ രാജകൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ അതാ പോകുന്നതും മലക്കാണോ മനുഷ്യനാണോ? അത്ഭുതത്തോടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ കണ്ടിട്ട് അറിയാതെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗവാസികൾക്ക്. അവിടെ കഷ്ടപ്പാടില്ല വാപ്പാ. അവിടെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണ്ട, ഭാര്യയെയും മക്കളേക്കും ചെലവിന് കൊടുക്കണ്ട. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, രോഗമില്ല. പടച്ചവനെ എന്ത് വേണമെങ്കിലും നിനക്ക് അല്ലാഹു അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു കെട്ടുകഥയല്ലടാ. ഇതൊക്കെ ഉസ്താദന്മാര് വെറുതെ തുള്ളുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുറന്നു നോക്കിയാൽ കാണുന്നതാണ്. അവിടെ പാലിന്റെ അരുവികൾ കാണാം, തേനിന്റെ അരുവികൾ കാണാം, പടച്ചവനെ നദികൾ കാണാം. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. പെങ്ങളെ, രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ കടന്ന് ജോലി ചെയ്യുന്ന പെങ്ങള്, സ്വർഗത്തിൽ നിനക്ക് ജോലിയില്ല. അവിടെ ഭക്ഷണം വെക്കണ്ട, പാത്രം കഴുകണ്ട, വീട് വൃത്തിയാക്കണ്ട, തുണി കഴുകണ്ട, ഒരു കഷ്ടപ്പാടുമില്ല. അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. പെങ്ങളെ, അവിടെ നിനക്ക് ജോലി ചെയ്യാൻ, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാരുണ്ടെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പഠിക്കടാ ചെറുപ്പക്കാരാ. ലോകത്തിന്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരുത്തനെ കുറിച്ച് ഫ്ലെക്സ് വെച്ചിട്ട് പടച്ചവനെ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് എഴുതി വെക്കുന്നത്. എന്തെല്ലാമാണ് എഴുതി വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അവൻ നീ ആരാണെന്ന് അവന് പോലും അറിയില്ലടാ ചെറുപ്പക്കാരാ. എന്തിനും ഒരു പരിധി
പരിധിയുണ്ട് ചെറുപ്പക്കാരാ, പെങ്ങളെ, ഏതിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ സ്വർഗത്തിന്റെ അവകാശികളാകാൻ പരിശ്രമിക്കുക. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എന്റെ സ്വന്തം നഫ്സിനോടും എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറഞ്ഞ അടിമയാരാണ്, വാഴ്ത്തി പറഞ്ഞ അടിമയാരാണ്, പുകഴ്ത്തി പറഞ്ഞ അടിമയാരാണ്? അവന് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അടിമയാരാണ്? അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് സന്തോഷ വാർത്ത പറഞ്ഞ ഒരടിമ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു ആ ഒരടിമയിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഒരടിമയിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നോക്കിയാലും ഫ്ലക്സ് വെക്കുന്നതൊക്കെ അതൊക്കെ ഈ എന്താ പറയാ, സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ വേണം. പക്ഷെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വച്ചിരിക്കുന്ന ഓരോ ഫ്ലക്സിലും എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളാണ്. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയും സഹിച്ച് പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ചറപ്പേ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അല്ലാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പന്തിയിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് മത്സരിച്ച ഓരോ പള്ളികളുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ കാണാനൊരു സന്തോഷമുണ്ട്. ഒരു ഫ്ലക്സേ ഉള്ളൂ, പക്ഷെ 5 കൊടിയും ഉണ്ട്, 5 രാജ്യത്തിന്റെ കളിക്കാരും ഉണ്ട്, ഒത്തൊരുമയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഞാനിങ്ങനെ ഇസ്മായിൽ കാസിമിയുടെ വീട്ടിലോട്ട് പോണ വഴി നോക്കുമ്പോ ഒരു ഫ്ലക്സും 5 കൊടിയും കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് 5 രാജ്യക്കാരാ. കൊള്ളാം, ഒരു ചെലവ് ചുരുക്കലായിരിക്കാം. 5 രാജ്യത്തിന്റെ കളിക്കാരുടെ എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഒരു ഫ്ലക്സ്. അൽഹംദുലില്ലാഹ്, എന്തുമാകട്ടെ, അതിലൊന്നും കാര്യമില്ലടാ ചെറുപ്പക്കാരാ. ഇതൊക്കെ ഈ ഓളവും ബഹളവും ഒക്കെ ഇപ്പൊ കഴിയും, ഇതൊക്കെ അങ്ങ് കഴിയും. പക്ഷെ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അല്ലാഹു നമുക്ക് ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തി പറയുകയാ. മനുഷ്യന്മാരൊന്നും അല്ലല്ലോ പറഞ്ഞേ. മനുഷ്യന്മാര് പറഞ്ഞാൽ തന്നെ കേൾക്കാൻ എന്തൊരു രസവാ. ഇപ്പൊ ഈ ഇരിക്കണ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ഇരിക്കണ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ചങ്ങാതി, ഒരു നല്ല ചങ്ങാതി, എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പോൾ ഓനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അള്ള തന്നെ ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുമെന്ന, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അപ്പോഴും സ്വാഗതം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ 70,000 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്കൊന്നുമല്ല, 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. മലക്കുകൾ വന്നിട്ട് ചോദിക്കുക, എന്തിനാ നീ കരയണേ, എന്തിനാ നീ സങ്കടപ്പെടണേ? അല്ലാഹു അലം പടച്ചവനെ, അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖുർആനിലൂടെ അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഒരടിമയ്ക്ക് 3 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളമുണ്ട്? ആ ഒരടിമ ആരാന്ന് ചോദിച്ചാ നമുക്ക് ആർക്കും അറിയില്ല. ആ അടിമ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ എല്ലാരും പറയും ഞാനായിരിക്കും. പക്ഷെ ആ അടിമ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആ അടിമയുടെ അടയാളം പറയുകയാ. ആ അടിമയ്ക്ക് 3 അടയാളമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന അടയാളം പെങ്ങളെ നിനക്കുണ്ടോ? ഉമ്മ, 10ഉം 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാരെ, ഈ പറയുന്ന അടയാളം നിനക്കുണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് സിറാജല്ല, ഏതെങ്കിലും തങ്ങന്മാരല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരല്ല. ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിൽ
പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാപ്പാ, അടയാളമുണ്ടോ എന്ന് നോക്ക്. ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ? ഈ പറയുന്ന സ്വഭാവ ഗുണം ആർക്കാണുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നതാ അടയാളം പറയുകയാണ്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നു പറയുന്ന ഒന്നാമത്തെ അടയാളം എന്താ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നു പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആൻ പെടുന്നു പറയുന്നവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ വല്ലാതെ പേടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആരാ മുഅ്മിനെന്ന് പറഞ്ഞാൽ ആരാ? തൊപ്പിയും തഴമ്പും താടിയും ജുബ്ബയും ഇട്ടവന് മാത്രമല്ല, ആരാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയുവോ? ഒരു മുഅ്മിനിന്റെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മുഅ്മിനിന്റെ അടയാളം പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പേരെന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലതു ഖുലൂബുഹും, അവന്റെ ഹൃദയമൊന്ന് കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവൻ അവന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പടച്ചവരെ, ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും അവൻ ഏറ്റുപറയുകയാണ്. അവന് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാ പേടിക്കുന്ന ആരാവുള്ളത്? ഫർദും ഹിജാബും കയ്യിൽ തസ്ബീഹും പിടിച്ച് ഈ പുണ്യമായ മജ്ലിസിൽ കടന്നു വന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞ പെണ്ണാരെന്നറിയോ? അവൾക്ക് അല്ലാഹുടെ പേര് കേൾക്കുന്നത് പേടിയാ. അല്ലാഹ് പറഞ്ഞ കരയും പെങ്ങള്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന മുഖമങ്ങ് മാറുകയാണ്, കണ്ണുകൾ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം തളരുകയാണ്. പടച്ചവനെ, അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുകയാ, സ്വർഗത്തിന്റെ അവകാശിയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം അല്ലാ 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 1,00,000 പ്രാവശ്യം നിന്റെ ചെവികളുടെ ചാരത്ത് വന്നിരുന്ന് പറഞ്ഞാൽ പിടയ്ക്കുമോ നിന്റെ ഹൃദയം? വിറയ്ക്കുമോ നിന്റെ കൈകാലുകൾ? നിന്റെ കണ്ണ് നിറയുമോ ചെറുപ്പക്കാരാ? പടച്ചവനെ, ഭയമില്ലടോ നമുക്ക്. അല്ലാഹ് ആരാണെന്നറിയില്ലല്ലോ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ പേടി വരൂ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ ഭയം വരൂ. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, പടച്ചവനെ കുറിച്ചുള്ള ഭയമുണ്ടാകുമായിരുന്നെങ്കിൽ, പടച്ചവനെ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെയാകില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും പാപം ചെയ്യില്ലായിരുന്നു. ഇന്ന് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയിരിക്കുകയാണ്. എന്ത് തെറ്റും ചെയ്യാനുള്ള മനസ്സാണ്. ഏത് തെറ്റും ചെയ്യാൻ പേടിയില്ലടോ. പടച്ചവനെ, പണ്ട് പേടിയായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ ഭയമായിരുന്നു. ഇന്ന് പേടിയൊക്കെ മാറി. ഇന്നേതു പാപത്തിനെയും നിസാരമായി കാണുകയാണ്. മുത്തുനബി പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും. അന്ന് പാപമെന്ന് പറയുന്നത്, അന്ന് പാപം ചെയ്യുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാ.
ഇന്ന് നമ്മൾ ഓരോ പാപം ചെയ്തിട്ട് പറയുന്നത് ഓരോ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊക്കെ പാപമാണോ, ഇതൊക്കെ പാപമാണോ, നിസ്സാരമാക്കുകയാണ്. അത് പാപത്തിന്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നില്ല. പെങ്ങളെ കള്ള് കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, 7 വൻപാപങ്ങൾ നമ്മളെ ചെയ്യുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അതിനെ പരിഗണിക്കാറില്ല. നമ്മൾ പല പാപങ്ങളെയും പാപങ്ങളാണെന്ന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരണം, പടച്ചവനെ കുറിച്ചുള്ള പേടി വേണം. എന്തും അല്ലാഹു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ടെന്നുള്ള ഓർമ്മ വേണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, മക്കളെ കളിയും ചിരിയും തമാശയും അടിച്ചു പൊടിക്കും ആസ്വദിക്കലും ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന. സിറാജേ, ജീവിതം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ച് പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരുപാട് ചിരിക്കല്ലേ മോള്, ഒരുപാട് തമാശയും കളിയും ചിരിയുമാണ്. ഏതൊരു മനുഷ്യന്റെയും മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ചിരിയാണ്. ഏത് സ്ഥലമാണെന്ന് നോക്കാറില്ല, എവിടെയും ചിരിയും കളിയും തമാശയുമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത്, സ്വഹാബാ, നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാവൂ, നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കളിയും ചിരിയും തമാശകളുമായി ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, കൂട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് കഴിയുമ്പോ പെങ്ങളെ വല്ലാതെ ചിരിക്കുന്ന പെണ്ണേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ മോളെ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. എന്തിനാ നോക്കാൻ പറഞ്ഞതെന്നറിയോ? കുല്ലും ബ്രിഇൻമോ സബ്ബഹും ഫീ അഹ്ലിഹി والموت أدنى من شراك نعله. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്, ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ കാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ മക്കളെ കടന്നു വരാനുള്ള സമയമുണ്ടല്ലോ, ആ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് തെറ്റു ചെയ്യാ പേടിയില്ലടോ. നിസ്കരിക്കുന്നവനും കള്ളു കുടിക്കുകയാ, കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്, കഞ്ചാവടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്. ഏത് നല്ല കാര്യം ചെയ്യുന്നു അതുപോലെ പാപവും ചെയ്യുന്നു, ഒരു ഭയമില്ലാതെ പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാ പോരെ, ഇന്ന് തെറ്റു ചെയ്യാൻ വല്ലാത്ത അവസരങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ഇന്ന് കണ്ടുകുടിക്കാൻ പൈസ വേണ്ട, വ്യഭിചരിക്കാൻ പൈസ വേണ്ട, എന്ത് വൃത്തികേടുകൾ ചെയ്യാനും പൈസ വേണ്ട. ഇന്ന് കള്ളു വാങ്ങിത്തരാൻ കൂട്ടുകാരുണ്ട്, കഞ്ചാവ് തരാൻ കൂട്ടുകാരുണ്ട്, വീട്ടിലേക്ക് ക്ഷണിക്കാൻ പെണ്ണുങ്ങളുണ്ട്. ഇന്ന് തെറ്റു ചെയ്യാനുള്ള അവസരം വളരെ കൂടുതലാ. മക്കളെ, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പിന്തിരിയാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,
മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടയ്ക്കുകയാണ്. സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിക്കുകയാണ്. ആരും കാണാതെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ വെച്ച് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാണടാ, വല്ലാത്ത പ്രണയമാണ്, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, അതുകൊണ്ട് നീ എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാറ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്ന് പ്രവാചകനായിട്ടില്ല. യൂസുഫ് എന്ന് പറയുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരന് മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ആരും കാണാത്ത ഒരു സൗകര്യമൊരുക്കിയിട്ട് സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, കാലമാദല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. ആരും കാണുന്നില്ല യൂസുഫ്, ആരും അറിയില്ല യൂസുഫ്, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ സുലൈഖയോട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആ അവസരം പടച്ചവനെ പാഴാക്കണം ചെറുപ്പക്കാരാ, വേണ്ടെന്ന് പറയണമടാ. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ ആരൊക്കെ നിർബന്ധിച്ചാലും, അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, പാപം ചെയ്യാൻ നിനക്ക് അവസരം ഒരുക്കി വെച്ചിട്ട് എല്ലാവരും പാപത്തിലേക്ക് നിന്നെ ക്ഷണിച്ച ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ച ഹാഫിദിന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്ത ഹാജിക്ക് സ്വർഗമുണ്ട്, സദക്ക പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട്, ഓരോ നന്മ ചെയ്യുന്നവനും എല്ലാവർക്കും സ്വർഗമുണ്ട്. ഒരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, നോമ്പ് പിടിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പാപം ചെയ്യാൻ അവസരമുണ്ടാവുകയാണ്. കൂടെ പഠിക്കുന്നവന് ബിയർ തന്നിട്ട് പറയുന്നു കുടിക്കടാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് കാണിച്ചിട്ട് പറയുന്നു വലിക്കടാ. എല്ലാവരും വലിച്ചല്ലോ, ഇനി നീ മാത്രമേ ഉള്ളൂ, നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതൊന്ന് വലിക്കടാ. എല്ലാവരും നിർബന്ധിക്കുകയാണ്, കൂട്ടുകാരും മുഴുവനും സെറ്റ് ചേർന്ന് നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് അവരോട് പറയണം, ഇത് ഹറാമാ, ഇത് പാപമാ. അല്ലാഹുവേ, ഇത് വലിക്കുന്നതും ഇത് ഉപയോഗിക്കുന്നതും വൻപാപങ്ങളിൽ പെട്ടതാണ്. പടച്ചവനെ, ഇത് ചെയ്താൽ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പെണ്ണേ, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കൂടെ നടക്കുന്ന ഒരുത്തം നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ അവനോട് പറയണം, എടുക്കടാ കയ്യ്, ഈ ശരീരത്തിൽ നിന്ന് കൈയെടുക്ക്, ഇത് വ്യഭിചാരമാണ്, ഇത് വ്യഭിചാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അന്യപുരുഷനാണ്, നീ എന്നെ തൊടുന്നത് വ്യഭിചാരമാണ്, നീ എന്നോട് സലാം പറയാൻ പോലും പാടില്ല, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ പോലും നിനക്ക് അവകാശമില്ല. കൂട്ടുകാരൊക്കെ വേറെ, ശരീരത്തെ തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനും ഞാൻ തയ്യാറല്ല. എനിക്ക്
എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളോട് പറയുകയാ, മോളെ നിനക്ക് അല്ലാഹു 2 സ്വർഗമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. പടച്ചവനെ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കണമെങ്കിൽ അവൻ ആരായിരിക്കും, അവന്റെ സ്വഭാവം എന്തായിരിക്കും, സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ കടത്തിണ്ണയിലല്ല, റോഡിന്റെ സൈഡിലല്ല, വീടിന്റെ ഉള്ളറയിലല്ല, 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു നേരമല്ല, ഒരു ദിവസമല്ല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ 1ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു പെണ്ണുണ്ട്. അവൾക്ക് ഇവനോട് വല്ലാത്ത പ്രേമമാണ്, ഇവനോട് വല്ലാത്ത സ്നേഹമാണ്. എന്തൊക്കെ ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ എന്തായാലും അവനെ വിടാൻ തീരുമാനിച്ചു. അവനെ വിടില്ല എന്ന് തീരുമാനമെടുത്തു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള വഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ, ആരും പടച്ചവനെ ഇരുട്ടത്തി ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ സുന്ദരിയായ പെണ്ണു വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരനെ കയറി പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നിന്നോട് വല്ലാത്ത സ്നേഹമാ, എനിക്ക് നിന്നെ വേണമെടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് മാറിടത്തിൽ പിടിച്ച് കിടത്തികെട്ടി യാചിക്കുകയാണ്. പിടച്ചവനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ കൈകാല് വിറയ്ക്കുകയാ, അവിടുന്ന് കരയുകയാ. പടച്ചവരെ, ബോധം കെട്ട് താഴെ വീണടോ. ഒരു പെണ്ണ് കയറി കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് തെറ്റിലേക്ക് വിളിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് താഴെ വീഴുകയാണ്. പടച്ചവനെ, പെണ്ണ് ഓടി രക്ഷപ്പെടുകയാണ്. വടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. അല്ലാഹുവേ, വാപ്പ ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ അതാ കരയുന്ന പൊന്നുമകനോട് ചോദിച്ചു, എന്തു പറ്റി മോനെ? വാപ്പാ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ വാപ്പാ, ഞാൻ വ്യഭിചാരിയായി, ഞാൻ വ്യഭിചരിച്ചു പോയി വാപ്പാ. ഉപ്പതന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ മോനെ നീ പറയുന്നത്? വാപ്പാ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയില് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കേറി പിടിച്ചു വാപ്പാ, ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ നരകത്തിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകന് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. വാപ്പ പറഞ്ഞു, എന്റെ മകന് തെറ്റ് ചെയ്തില്ല, എന്റെ പൊന്നുമോൻ തെറ്റ് ചെയ്തില്ല, ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ തന്റെ പൊന്നാര മകനെ സമാധാനിപ്പിക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും മകന്റെ സങ്കടം മാറുന്നില്ല. വാപ്പയോട് മകൻ പറയുന്ന ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കാറ്, ഞാൻ പാപിയാണോ, ഞാൻ വ്യഭിചാരിയാണോ, ഞാൻ നരകത്തിലാണോ? അതാ അലി ഖലീഫയായ ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്കാറ്. തന്റെ പൊന്നാര മകന്റെ നിലവിളി കണ്ടപ്പോ പിതാവിന് പേടിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ,
അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവന് തെറ്റുകാരനല്ല. ആ പെണ്ണല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. വാപ്പ സന്തോഷത്തോടെ തന്നെ പൊന്നാര മകന്റെ മുമ്പിലേക്ക് പഠിച്ചവനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നാര മകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. തെറ്റുകാരനായി പോയല്ലോ, പാപം ചെയ്തു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തു നിന്നും മടങ്ങുമ്പോ ഉമർ തങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓതിയായത്താണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ. അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കും ഉണ്ടാകണം, നിങ്ങൾക്കും ഉണ്ടാകണം. തെറ്റു ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ നടത്തമാകട്ടെ, നമ്മുടെ പെരുമാറ്റമാകട്ടെ, ഏത് കാര്യത്തിലും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വേണം ജീവിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുനാ മാണിയൂർ ഉസ്താദ് അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ്. പടച്ചവനെ അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. എന്തൊരു താഴ്മയായിരുന്നു, എന്തൊരു വിനയമായിരുന്നു. അഹ്ലു ബൈത്തിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോട് കൂടിയാണ്. ഒരു മുത്തഅല്ലിമിനോട് പോലും വളരെ മാന്യമായ രീതിയിൽ പടച്ചവനെ ആ മുത്തഅല്ലിമിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ശൈഖുന എവിടെന്ന് ജീവിച്ചിരുന്നത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചപ്പോ ഇരിക്കുന്ന പലരും മഹാന്മാരെ കണ്ടിട്ടില്ലല്ലോ. പല മഹാന്മാരുടെ ചരിത്രം പറയുമ്പോ പടച്ചവനെ നമ്മൾ ഒരുപാട് മഖാമുകളിൽ കടന്നു പോകുന്നവരാ, മഹാന്മാരുടെ ചരിത്രം കേൾക്കുന്നവരാ. നമ്മൾ പല മഹാന്മാരുടെയും ചരിത്രം കേൾക്കും, പല മഖാമുകളും സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. പക്ഷെ ഇവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അവരെ കുറിച്ച് പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര പേര് കണ്ടവരാ ഉസ്താദിനെ, ഉസ്താദിന്റെ സംസാരം, ഉസ്താദിന്റെ പെരുമാറ്റം. ഇവിടെ ഉസ്താദിനോട് സംസാരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാൻ ആഗ്രഹമാണ്, എഴുന്നേറ്റ് പോകാൻ തോന്നാറില്ല. ഉസ്താദ് ഓരോരുത്തരെയും പ്രത്യേകം എന്നാ പോകുന്ന പറഞ്ഞു വിടാറില്ല. എത്ര നേരം ഇരുന്നാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വല്ലാതെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മഹാന. അള്ളാഹു ഇവിടെ നിന്ന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഇതൊരു വയലിന്റെ മജ്‌ലിസ് ഒന്നുമല്ല. ഇത്രയും പേര് ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഉസ്താദ് അവറുകളോടുള്ള വല്ലാത്ത സ്നേഹം. ആ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവർ, അസ്മാഉൽ ഹുസ്നയായിരുന്നു ഉസ്താദിന്റെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ അത് കാണാതെ പഠിക്കണമെന്ന, അത് ഏതെങ്കിലും ഒരു മനുഷ്യന് കാണാതെ പഠിച്ചാൽ ആ മനുഷ്യനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടെന്ന് അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. ഉസ്താദ് അവர்கள் എപ്പോഴും അസ്മാഉൽ ഹുസ്ന സാധാരണ ചെയ്യുന്ന ദിക്ർ, ചിലപ്പോ എന്തെങ്കിലും ഉസ്താദിനൊന്ന് കാണാൻ പോകുമ്പോൾ പറയും, ഉസ്താദ് സ്ഥിരമായി ചെയ്യുന്ന ചില അദ്കാറുകളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഹാൻ എന്ന് പറയാൻ, ഒരു മനുഷ്യൻ മഹാനാകുന്നത് ഇതൊക്കെ അള്ളാഹു പറയിപ്പിക്കുന്നതല്ലേ. അള്ളാഹു ഉസ്താദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ പോകുമ്പോ അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു, ദിക്റുകൾ പറയുന്ന ഉസ്താദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇസ്മായിൽ ഖാസിമിയോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഖുർആൻ കേട്ടുകൊണ്ട് കിടക്കണം. അത് എത്ര വലിയ ഭാഗ്യവ സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്കും നമ്മുടെ മക്കളെയും അല്ലാഹു ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ, അല്ലാഹു ആലിമീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഖുർആൻ കേട്ടുകൊണ്ട് കിടക്കണമെങ്കിൽ എത്ര വലിയ ഭാഗ്യം അതൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് നമ്മൾ അള്ളാഹുവിന് ഭയമുള്ളവരാകണം. അള്ളാനെ നമ്മൾ പേടിക്കും തോറും, അള്ളാനെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറും. അള്ളാഹുവിന് ഹൃദയത്തിന്റെ അകത്ത് കയറ്റിയാൽ മതി, അള്ള കയറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവം മാറും.
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റിയ സുലൈഖയുടെ ചരിത്രം എല്ലാ പെണ്ണുങ്ങൾക്ക് അറിയില്ലോ. കഥാപ്രസംഗം കേൾക്കുമ്പോ പ്രത്യേകം പെണ്ണുങ്ങൾക്ക് ആഗ്രഹം യൂസുഫ് നബിയുടെയും സുലൈഖ ബീബിയുടെയും കഥ കേൾക്കാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും യൂസുഫിനെ കയറിപ്പിടിച്ച സുലൈഖാനെ മാത്രമേ അറിയൂ. എന്നാൽ ആ സുലൈഖയുടെ പിന്നീടുള്ള ചരിത്രം നിങ്ങൾക്കറിയോ? യൂസുഫിനെ കയറിപ്പിടിച്ച സുലൈഖാനെ എല്ലാവർക്കും അറിയൂ. ആ സുലൈഖയുടെ പിന്നീടുള്ള ചരിത്രം നീ പഠിക്കണം. സുലൈഖ ആരായെന്നറിയോ? യൂസുഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരുടെ സ്വഭാവ ഗുണം. എടാ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ വേണ്ടാന്ന് മാറ്റിവെച്ച അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സ്വർഗ്ഗമൊക്കെ പിന്നല്ലേ. ഒരു കാര്യം വേണ്ട എന്ന് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെച്ച 3 പ്രതിഫലം കിട്ടും. അള്ളാഹു 3 പ്രതിഫലം കൊടുക്കും. അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സുലൈഖ എന്ന് പറയുന്ന ഈ പെണ്ണ് നമുക്ക് ചരിത്രമറിയാം. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സുലൈഖയെ വിവാഹം കഴിച്ചു. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രവാചകനായി, രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖയെ തന്നെ കിട്ടി. ഈ സുലൈഖയെ വിവാഹം കഴിച്ചിട്ട് മണിയറയിൽ ചെന്നപ്പോ സുലൈഖ യൂസുഫിനോട് വലുതായിട്ട് സഹകരിക്കുന്നില്ല. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയോട് ചോദിച്ചു, സുലൈഖ, അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കയറി പിടിച്ചവളാ. ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നല്ലോ, നീ എന്താ ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് കളിക്കണേ? നീ മാറി മാറി പോണേ എന്താന്ന്? അന്ന് സുലൈഖ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് പെങ്ങളെ. സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള പ്രേമം ഇതായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല. അന്ന് എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള സ്നേഹമായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഹൃദയത്തിൽ നീയല്ല. നിന്നെക്കാളും പടച്ചവനെ വേറെ ആളുണ്ട്. ആരാണ്? സുലൈഖ. സുലൈഖ ബീബി റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, എന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹയാ യൂസുഫേ. അല്ല കേറിയപ്പോ നീ താഴെയായി പോയി. അള്ളാഹു എന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയപ്പോ ആ സ്നേഹമൊക്കെ പോയി നിന്നോടുള്ള. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. പിന്നെ നീ ഫ്ലക്സ് ഒന്നും അടിച്ചു വെക്കണ്ട. നിന്നെ കാണുമ്പോ എഴുന്നേക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. എടാ, മഹാൻ എന്ന് പറഞ്ഞ ആരെന്നറിയോ? ഇന്ന് പലരും പടച്ചവനെ മഹാനാകാൻ വേണ്ടി കാശ് കൊടുത്ത ആളെ നിർത്തിയിരിക്കുകയാ. അവിടെ ഒരു ഉസ്താദ് ഉണ്ട്, അവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു ബീവി ഉണ്ട്. ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാൻ ആളെ നിർത്തുന്ന കാലം. അതൊന്നുമല്ല. ഇവിടെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ചില ആൾക്കാരെ കണ്ട ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റ് പോകും. അതങ്ങ് എഴുന്നേറ്റ് പോകും. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനവും ആദരവും എല്ലാം നമ്മളെ തേടി വരും.